നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിമേജ് വേറൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിമേജ് വേറൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിമേജ് എന്ന് പറയുന്നത് വീഡിയോ ഇമേജ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോസിനൊക്കെ മൂവ് ചെയ്യുന്ന ഇമേജ് ആക്കി മാറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിമേജ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാൾപേപ്പർ പറഞ്ഞുതരാം. അപ്പോൾ ഈ വാൾപേപ്പർ നമുക്ക് സ്കൈ ഉണ്ട്. ഈ സ്കൈ നമുക്ക് മൂവ് ചെയ്യുന്ന രീതിയിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഫോട്ടോസിനൊക്കെ വീഡിയോ പോലെ മൂവ് ചെയ്യുന്ന രീതിയിലാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിമേജ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും ഫീച്ചേഴ്സും എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു പ്ലസ് ഐക്കൺ, അതേപോലെ ഒരു ഷെയർ ബട്ടൺ, അതുപോലെ ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എഫക്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈൻ ആക്കാൻ സാധിക്കും. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഇമേജസിനൊക്കെ ഈ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് താഴത്തൊരു ഗ്രീൻ കളറിലൊരു പ്ലസ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരിക. നമുക്കൊരു ക്യാമറയുടെ ഐക്കണും വരും, നമുക്കൊരു ഗാലറിയുടെ ഐക്കണും വരും. ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ തന്നെ പോയിട്ട് അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസിനൊക്കെ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കും. ഗാലറി ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗാലറീസിലുള്ള എല്ലാ ഫോട്ടോനും എഫക്ട്സ് കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ രണ്ട് ഓപ്ഷൻ. ഞാൻ താഴത്തെ ആർട്ടിസ്റ്റ് ആണുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ ആൾക്കാരൊക്കെ ആഡ് ചെയ്ത ഫോട്ടോനെ എഫക്റ്റൊക്കെ ആഡ് ചെയ്ത ഇമേജസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് മൈ ഇമേജസ് ഉള്ള ഒരു ഓപ്ഷനാണുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസിൻ്റെ എഫക്ട്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് 3 വരെയാണുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. നമുക്കൊരു എഫക്റ്റിന് ഒരു ഫോട്ടോയിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ ഗാലറിയിൽ നിന്നാണ് ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ വേറൊരു സ്ക്രീനിലേക്ക് എത്തും. ആ സ്ക്രീനിൽ നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, അങ്ങനെ ബേസിക് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലുള്ള ഒരു ഏരോ കീ കൊടുക്കാം. ഏരോ കീ കൊടുത്താൽ നമുക്ക് വേറെ സ്ക്രീനിലേക്ക് എത്തും. ആ സ്ക്രീനിൽ നമുക്ക് ഏത് എഫക്റ്റാണ് നമുക്ക് വേണ്ടതെന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഏറ്റവും താഴത്തുള്ള 5 ഇഫക്ട്സ് മാത്രമേ തൽക്കാലം ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു സ്നോൻ്റെ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. സ്നോൻ്റെ എഫക്റ്റ് കൊടുത്താൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള ഒരു ഓവർവ്യൂ കിട്ടും. നമുക്ക് മുകളിൽ കാണിച്ചു തരും. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മുകളിലുള്ള ഏരോ കീ ക്ലിക്ക് ചെയ്യാം. ഏരോ കീ ക്ലിക്ക് ചെയ്താൽ നമുക്കത് നമ്മളിപ്പോൾ തൽക്കാലം ഓൺലൈനാണ് സ്നോ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. നമുക്ക് എത്ര MB ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ യെസ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ യെസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്നോ എഫക്റ്റ് ഒക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്താൽ നമുക്കൊരു സ്ക്വയറിൽ മാത്രമേ ഇങ്ങനെ എഫക്റ്റ് കാണാൻ സാധിക്കുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ ഒരു ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കാം. അതുപോലെ നമുക്കൊരു പെർട്ടിക്കുലർ പാർട്ടിൽ മാത്രമാണ് കൊടുക്കേണ്ടത്, അവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുകയാണ്. അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടുമായി തന്നെ റൊട്ടേറ്റ് ചെയ്യാനും മാസ്ക് ചെയ്യാനും ബ്രൈറ്റ്നസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ, സാച്ചുറേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത ഫോട്ടോ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ തന്നെ കിട്ടും സ്നോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് മുകളിലുള്ളൊരു ഏരോ കീ ഉണ്ട്. ഏരോ കീ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വേറെ ലോഡിംഗ് സ്ക്രീനിലേക്കാണ് എത്തുക. നമുക്കിത് ഫുള്ളി ലോഡായി കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് ഈ ഫോട്ടോസൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിത് ലോഡാവുന്ന വരുന്നൊരു വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫോട്ടോ ലോഡായിട്ടുണ്ട്. അത് ലോഡായി കഴിഞ്ഞ ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സേവ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ ഗാലറിയിലേക്ക് സേവ് ആവും. അപ്പോൾ നിങ്ങളെടുത്ത ഫോട്ടോസൊക്കെ ഒരു മൂവിങ് ഫോട്ടോസാക്കി മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് വിമേജ്. ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.